ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇപ്പി റെസിപ്പിയാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിലും ഒരുപാട് ടേസ്റ്റുള്ള രീതിയിലുമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കൊരു ലേശം കടുകിടാം. കടുക് ഒന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു സബോളയും ഒരു അര ക്യാരറ്റുമാണ് ഞാൻ എടുത്തേക്കുന്നത്. അതും കൂടെ ഇട്ട് നന്നായിട്ട് എണ്ണയ്ക്കകത്തിട്ട് വഴറ്റാം. അതൊന്ന് വഴറ്റാൻ വേണ്ടി നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വഴന്ന് കിട്ടും. അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു, പക്ഷേ അത് വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല, വിട്ടുപോയി. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പിയുടെ കിട്ടുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ എനിക്ക് 4 പാക്കറ്റാണ് കിട്ടിയത്. ഞാൻ 4 പാക്കറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കെച്ചപ്പാണ്. കണ്ടോ, കെച്ചപ്പാണ്, ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഒരു 1/4 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു ഇപ്പിയുടെ തന്നെ വെറൈറ്റി ടേസ്റ്റിലേക്കാണ് നമ്മൾ സോസ് ഒഴിച്ചത്. ഭയങ്കര ടേസ്റ്റാണ് സോസ് ഒഴിക്കുമ്പോഴത്തേക്ക്. അതും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് ഈ സോസ് ഒഴിച്ചത് കൊണ്ട് തന്നെ. നമ്മൾ ഏത് രീതിയിൽ കഴിച്ചാലും ഒരു വെറൈറ്റി ടേസ്റ്റിലാണ് നമുക്ക് സോസ് ഒഴിക്കുമ്പോൾ കിട്ടുന്നത്. ആ മുട്ടയും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയും ഈ മുട്ടയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇപ്പിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ഇപ്പിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മസാലയെല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമ്മുടെ ഭർത്താവ് അത് ആസ്വദിച്ച് കഴിക്കുന്ന കാണുന്നത് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പോൾ എൻ്റെ എല്ലാ റെസിപ്പീസും ആദ്യം ട്രൈ ചെയ്ത് നോക്കുന്നത് എൻ്റെ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് ചേട്ടനുണ്ട്. ചേട്ടനാണ് കൊടുക്കുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പറാണ്.